കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ, പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പിയോ, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സായി പൂത്തോട്ട എന്നിവർ ചേർന്ന് വിവിധ ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം വൃക്ഷത്തൈകൾ നട്ടു. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ, പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പിയോ, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സായി പൂത്തോട്ട എന്നിവർ ചേർന്ന് വിവിധ ക്ലബ്ബ് അംഗങ്ങളോടൊപ്പം വൃക്ഷത്തൈ നട്ടു. ഏറ്റവും ഗ്രീനറി കൂടിയൊരു നാടാണ് നമ്മുടെ കേരളമെങ്കിലും ഇത് മക്കൾക്ക് നമ്മൾ പകർന്നു നൽകുന്നൊരു സന്ദേശമാണ്. ചെടികളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം, ഈ ചെടികളെ എങ്ങനെ നമ്മുടെ നിലനിൽപ്പിന് ഒരു നിദാനമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് നമ്മളിവിടെ പകർന്നു വെക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നടുക, ഇതിനെ സംരക്ഷിക്കുക, ഇതിനെ വളർത്തുക, ഇതിനെ നോക്കി നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. നമ്മുടെ നിലനിൽപ്പിനെ എങ്ങനെ നമുക്കാവുന്ന രൂപത്തിൽ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പാഠമാണ് നമ്മളിത് പകർന്നു കൊടുക്കുന്നത്. ഈ സന്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മാർബേസിൽ സ്കൂളിലെടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാ രൂപത്തിലുള്ള സ്നേഹവും സന്തോഷവും, ഒരു പരിസ്ഥിതിയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നമ്മൾ ആശംസിക്കുന്നു. ശുചിത്വ, മാലിന്യ സംസ്കരണം ഇവയുടെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സായി പൂത്തോട്ടം നയിച്ച ക്ലാസ് ശ്രദ്ധേയമായി. ചടങ്ങിൽ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ രചന, ആത്മകഥ, ഉപന്യാസം, പരിസ്ഥിതി കവിതകളുടെ ആലാപനം എന്നിവയിൽ മത്സരം നടത്തി. മികച്ചവയ്ക്ക് സമ്മാനം നൽകി. എഴുത്തുകാരിയായ ജയശ്രീ പള്ളിക്കലിന്റെ അഭിരാമിന്റെ അച്ഛൻ എന്ന പരിസ്ഥിതി നാടകത്തിന്റെ പ്രകാശനം ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് നിർവഹിച്ചു. തുടർച്ചയായി 4 അതിലധികമോ വർഷം ഒരേ ബാഗ് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പുനരുപയോഗത്തിന്റെ ആവശ്യകതയും സാധ്യതയും കുട്ടികളെ ബോധ്യപ്പെടുത്താൻ സഹായിച്ചു. പരിസ്ഥിതി ദിന പോസ്റ്റർ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.